ISL-ലെ ഈ സീസണിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ കടുത്ത നടപടിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കടന്നിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിഖായൽ സ്റ്റാറയെയും സഹപരിശീലകരെയും പുറത്താക്കിയിരിക്കുകയാണ് മാനേജ്മെന്റ്. സ്റ്റാറയ്ക്കൊപ്പം ബിയോൺ വെസ്ട്രോം, ഫ്രെഡറിക്കോ പെരേര എന്നീ സഹപരിശീലകരെയുമാണ് പുറത്താക്കിയിരിക്കുന്നത്. ഈ സീസണിലെ തുടരെയുണ്ടായ ടീമിന്റെ പരാജയങ്ങളാണ് കടുത്ത നടപടിയിലേക്ക് മാനേജ്മെന്റിനെ നയിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. എന്നാൽ സ്റ്റാറയിൽ മാത്രം തോൽവികളുടെ ഉത്തരവാദിത്തം കെട്ടിവെച്ചുകൊണ്ട് കൈ കഴുകാൻ മാനേജ്മെന്റിനാകുമോ? ഇതിനോടകം തന്നെ നടപടിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരായ മഞ്ഞപ്പട രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ടീമിനായി എല്ലാം നൽകിയ പരിശീലകനെ ബലിയാടാക്കിയെന്നാണ് മഞ്ഞപ്പടയുടെ പ്രതികരണം. നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് ആരാണ് മിഖായൽ സ്റ്റാറെ? എപ്പോഴാണ് സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേർന്നത് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം എത്തുന്നത് ഇവാൻ വുക്കുമിനോവിച്ച് എന്ന മുൻ കോച്ച് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയപ്പോഴാണ്. വുക്കുമിനോവിച്ചിന്റെ പകരക്കാരനായിട്ട് സ്റ്റാറെ എത്തുന്നത്. മിഖായൽ സ്റ്റാറെ ചുമതല ഏറ്റെടുക്കുന്നത് 2023 മെയ്യിലാണ്. അതായത് 24-25 സീസണിന് മുന്നോടിയായിട്ടാണ് സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സിനുമായി സ്റ്റാറയ്ക്ക് കരാറുണ്ടായിരുന്നത് 2026 വരെയാണ്. അതായത് അത് പൂർത്തിയായിട്ടില്ല. ഈ സീസണിന്റെ ഇടയ്ക്ക് വെച്ച് തന്നെ പരിശീലകനെ പുറത്താക്കുകയാണ് മാനേജ്മെന്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാറയ്ക്ക് 2 പതിറ്റാണ്ടിലേറെ നീണ്ട പരിശീലക പരിചയമുണ്ട്. വിവിധ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണ് സ്റ്റാറെ. അതായത് മികച്ച പരിശീലകൻ തന്നെയാണ് അദ്ദേഹം. ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നതിന് മുൻപ് തായ് ലീഗിലെ ഉതയ് താനി ക്ലബിന്റെ പരിശീലകനായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പുവെച്ച ശേഷം ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി ഇവിടെ എത്തുന്നത്. മുൻപ് അദ്ദേഹം വിവിധ രാജ്യങ്ങളിലെ പരിശീലകനായി വേഷമിട്ടിട്ടുണ്ട്. സ്വീഡനിലും ചൈനയിലും നോർവേയിലും അമേരിക്കയിലും ഒക്കെ വിവിധ ക്ലബ്ബുകളിൽ അദ്ദേഹം പരിശീലക കുപ്പായം ധരിച്ചിട്ടുണ്ട്. ഇനി സ്വീഡിഷ് ക്ലബ്ബ് വാസ്ബി യുണൈറ്റഡിലൂടെയാണ് അദ്ദേഹം പരിശീലകനായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ തുടക്കം ഈ ക്ലബിലൂടെയാണ്, സ്വീഡിഷ് ക്ലബിലൂടെയാണ്. കടുത്ത നടപടിയുമായി മാനേജ്മെന്റ് കടന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ആദ്യത്തേത് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ തുടരെയുള്ള ദയനീയ പരാജയവും മോശം പെർഫോമൻസും തന്നെയാണ്. ISL-ൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പെർഫോമൻസ് നോക്കൂ. 12 കളിയിൽ ഇതുവരെ കളിച്ച 12 കളിയിൽ 3 ജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുള്ളത്. അതിൽ മറ്റ് മത്സരങ്ങളിൽ 2 സമനിലയും 7 തോൽവിയുമാണ് ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നത്. ഇതും ഒരു കാരണമായിട്ടുണ്ട്. ഇത് തന്നെയാണ് പ്രധാനമായ കാരണം. അതായത് ദയനീയ പരാജയവും മോശം പെർഫോമൻസും തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് മാനേജ്മെന്റിനെ നയിച്ചത്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റ് പട്ടികയിലെ സ്ഥാനം പരിശോധിച്ചാൽ 11 പോയിന്റ് മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന്. 10ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ളത്. എന്തായാലും ഇനി മത്സരങ്ങളുണ്ട്. പക്ഷേ അതിലൊക്കെ ജയിച്ചാൽ പോലും പ്ലേ ഓഫ് കാണാൻ കഴിയുമോ എന്നതിൽ ഇപ്പോഴും ഒരു ആശങ്കയുണ്ട്. ഏറെക്കുറെ പ്ലേ ഓഫ് പ്രതീക്ഷകളൊക്കെ അവസാനിച്ച നിലയിലാണ് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ഇനി നമുക്ക് മാനേജ്മെന്റിന്റെ നടപടിക്ക് പിന്നാലെ തന്നെ മഞ്ഞപ്പടയൊക്കെ രംഗത്തെത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. ഇനി ആരാകും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് എന്നതിലൊക്കെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂരാണ് ചേരുന്നത്. മഹേഷ്, ഇതിനോടകം തന്നെ മഞ്ഞപ്പടയുടെ പ്രതികരണം നോക്കിയാൽ പരിശീലകനെ പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ പരിശീലകനെ ബലിയാടാക്കാനുള്ള ശ്രമമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് മഞ്ഞപ്പടയുടെ പ്രതികരണം. എന്താണ് ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചത്? മാനേജ്മെന്റിനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പ്രേരിപ്പിച്ചത് ദിവ്യ തുടർച്ചയായ തോൽവികൾ തന്നെയാണ്. മാത്രമല്ല ബംഗളൂരുവിനെതിരായ കളിയിൽ പരാജയപ്പെട്ടതോടുകൂടി ആരാധക കൂട്ടായ്മ കൂടി ബ്ലാസ്റ്റേഴ്സിനെതിരായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് മോഹൻ ബഗാനുമായി കഴിഞ്ഞ മത്സരത്തിൽ അവസാന നിമിഷം കിട്ടിയ 2 ഗോളിന്റെ ഒരു പശ്ചാത്തലത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരവും തോൽക്കുന്നത്. അതോടുകൂടിയാണ് ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയത്. പക്ഷെ ആരാധകർ അക്കാര്യത്തിലും തൃപ്തരല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഈ പറയുന്ന തോൽവിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും സ്റ്റാറയിൽ, കോച്ചിൽ മാത്രം തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ പുറത്താക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ന്യായമായും അവിടെ ആരാധകർ ചോദിക്കുന്നത്. കാരണം അത് മാത്രമല്ല, കാരണം നേരത്തെ തന്നെ മഞ്ഞപ്പട ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്തവണത്തെ സൈനിങ്സ്, അതായത് ടീമിലെ ആളുകളെ എടുത്തത് കൃത്യമല്ല, ചില പോയിന്റുകളിൽ വലിയ പോരായ്മയുണ്ട് എന്നത് തന്നെ എടുത്തു പറഞ്ഞു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മധ്യനിരയിൽ കളി നെയ്യാൻ അഡ്രിയാൻ ലൂണയെ പോലുള്ള ഒരു താരം മാത്രമാണ് നമുക്കുള്ളത്. അദ്ദേഹം പരിക്കുപറ്റി പുറത്തേക്ക് പോകുന്ന സമയത്ത്, ഇല്ലാതിരുന്ന സമയത്തൊക്കെ ആ കളിയിലൊക്കെ വലിയ വീഴ്ച വന്നിട്ടുണ്ട്. മാത്രമല്ല ഗോൾ കീപ്പർമാരുടെയും നിരന്തരമായ പിഴവുകൾ,
അതുവഴി തോറ്റ ഒരുപാട് മത്സരങ്ങളുണ്ട്. അവിടെ നിന്നൊരു മാറ്റി പരീക്ഷിക്കാനോ മറ്റോ ഒന്നും തന്നെ വലിയ സോം വർമ്മനെ ഞാൻ മനസ്സിലാക്കിയത് 2-3 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ബാക്കി എല്ലാ മത്സരങ്ങളും സച്ചിൻ സുരേഷ് ആയിരുന്നു. പക്ഷേ നിരന്തരം ആ ഭാഗങ്ങളിൽ പിഴവ് വരുന്നു. പ്രതിരോധ നിരയിൽ ഉറച്ചു നിൽക്കേണ്ട പ്രതിരോധ നിലയിൽ നമുക്ക് അവിടെ ഒരു പിഴവ് വരുന്നു. ഇപ്പോൾ പ്രീതം കോട്ടാലിനെ പോലെ ഒരു താരത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞ മത്സരത്തിലാണ് അദ്ദേഹത്തെ പൂർണ്ണമായി മുഴുവൻ സമയത്തൊന്ന് കളിപ്പിച്ചത്. അബ്ദുൽ സമദിനെ പോലെ ഒരു താരത്തെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത്രയേറെ താരങ്ങളേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മുടെ നിരയിൽ ഒരു ജീക്സൺ സിംഗിനെ പോലുള്ള താരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരു വീഴ്ച മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ട്. പക്ഷെ ഗ്രൗണ്ടിൽ എടുത്തിരിക്കുന്ന ടാറ്റിക്സ് തന്ത്രങ്ങളിൽ കോച്ചിന് പിഴവ് പറ്റിയെന്നാണ് മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിലും ആരാധകരുടെ പക്ഷം ഇത് മാനേജ്മെന്റിന്റെ പോരായ്മ തന്നെയാണ്. കൃത്യമായ സൈനിങ്സ് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം നമുക്കൊരു ചരിത്രം കൂടി പരിശോധിച്ച് നോക്കിയാൽ ദിവ്യ, കേരള ബ്ലാസ്റ്റേഴ്സിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പരിശീലകർ വാഴാത്ത ഒരു ക്ലബ്ബ് ഒരു എന്താ പറയുക, ഒരു അപഖ്യാതി കൂടി ക്ലബിന് വേണമെങ്കിൽ ചാർത്തി കൊടുക്കാം. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 3-ാം തവണയാണ് ഈ ഏറ്റവും മോശം പ്രകടനം നടത്തുന്നു എന്നുള്ള പേരിൽ കോച്ചിനെ മാറ്റുന്നത്. അതിൽ ഒന്ന് നമ്മുടെ പീറ്റർ ടൈലർ ആയിരുന്നു. 2015 പീറ്റർ ടൈലറിനെ മാറ്റിയിട്ടാണ് അവിടെ ടെറി ഫലാനെ കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ കിബു വിക്കോനയെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാലത്ത് അദ്ദേഹം ട്രാക്ക് റെക്കോർഡ് വളരെ മോശമുള്ളൊരാണ്. 16.67 മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം അദ്ദേഹം സമ്മാനിച്ചത്. അതായത് 18 കളികളിൽ 3 ജയം മാത്രമാണ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചത്. എന്നിട്ട് അത് ഇഷ്ഫാഖ് അഹമ്മദിനെ കൊണ്ടുവരികയും ചെയ്തു. കുറെ കാലം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ സിൻസിയറായി ആത്മാർത്ഥമായി പരിശീലക കുപ്പായത്തിൽ നിന്ന് ഇവാൻ വുക്കുമനോവിച്ച് ആണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആദ്യ സീസണിൽ നമ്മൾ ഫൈനലിൽ എത്തുന്നു, 2 സീസണുകളിൽ 5-ാം സ്ഥാനത്ത് എത്തുന്നു. ഒരുപക്ഷെ വലിയ പ്രതീക്ഷകൾ നമുക്ക് തന്നൊരു കോച്ച് ഇവാൻ തന്നെയായിരുന്നു. ഇപ്പൊ ഇവാനെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമൊക്കെ ഒരു കോണിൽ നടക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ അതിനോട് സമീപിക്കും എന്നറിയില്ല. പക്ഷെ അദ്ദേഹം പോയത് നമുക്കറിയാം കളി പഠിപ്പിച്ചതിന്റെ പേരിലല്ല ഇവാൻ വുക്കുമനോവിച്ച് പോകുന്നത്. ഗ്രൗണ്ടിലെ അദ്ദേഹത്തിന് എടുത്ത നടപടിയുമായി ബന്ധപ്പെട്ട് അതിൽ ക്ലബ്ബുമായി ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളിലൊക്കെയാണ് ഇവാൻ വുക്കുമനോവിച്ച് പോയത്. എന്തായാലും ഈ ഒരു പട്ടിക എടുത്തു നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ നിറയെ ആളുകൾ, ഇപ്പൊ സ്റ്റീവ് കോപ്പലിനെ പോലെ ആളുകൾ, റെനി മോളിസ്റ്റനെ പോലുള്ള ആളുകൾ, ഇവരൊന്നും വാഴിട്ടില്ല. അതായത് 1-2 സീസണുകളിലൊക്കെ പോയി എന്നല്ലാതെ. ഇപ്പം ഡേവിഡ് ജെയിംസ് നമുക്കറിയാം 2014 പരിശീലകനും ഗോൾ കീപ്പറുമായി വന്നു. അദ്ദേഹം പോയി, അതിനുശേഷം തിരികെ വീണ്ടും വന്നു. അദ്ദേഹത്തിന് 5 വർഷത്തെ കരാർ കൊടുത്തു. ആ കരാർ റദ്ദാക്കി വീണ്ടും അദ്ദേഹം തിരിച്ചു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ പരിശീലകരെ സംബന്ധിച്ചിടത്തോളം പരിശീലകരല്ല, നോക്കൂ, ഇന്ത്യയിലെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരാധക വൃന്ദമുള്ള, ആരാധകരെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരളത്തിൽ നിറഞ്ഞു കവിയുന്ന ഗാലറികൾ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോയാലും ഇവിടെ നിന്ന് ട്രെയിൻ പിടിച്ചു പോയി കളി കാണുന്ന ആരാധകരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഒരു കാര്യം കൂടി ഉറപ്പിച്ച് പറയുന്നു, ആരാധകർ മാനേജ്മെന്റിന്റെ ഈ തീരുമാനത്തിനൊപ്പമല്ല. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മിക്കൽ സ്റ്റാറെ തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് എന്താ പറയാ, മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി, അദ്ദേഹത്തോടൊപ്പം നിങ്ങളല്ല തെറ്റ് ചെയ്തത് എന്ന് മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി നെടുമ്പാശ്ശേരിയിൽ ഒട്ടേറെ ആരാധകരുണ്ട്, കാത്തു നിൽക്കുന്നുണ്ട് എന്ന് എന്തായാലും കോച്ചിനെ പുറത്താക്കിയതിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരായ മഞ്ഞപ്പട നിരാശരാണ്. അവർക്കതിന്റെ പ്രതിഷേധമുണ്ട്. അവർ അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി ആരാധകരെ തൃപ്തിപ്പെടുത്താൻ എന്ത് തരത്തിലുള്ള നടപടികൾ, നീക്കങ്ങളായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നതാണ് കണ്ടറിയേണ്ടത്.